ഡോക്ടർ ടോം ഒലിക്കരോട്ടച്ചൻ നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛൻ തലശ്ശേരി അതിരൂപത കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ഛൻ്റെ ആ ഒരു വിയോഗം. അച്ഛൻ്റെ ലൈഫിനെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? ഒപ്പം വിളക്കന്നൂർ ആ തിരുമുഖ ദർശനം ആദ്യം കാണുവാൻ ഭാഗ്യം ലഭിച്ചതും പതിക്കലച്ഛന് തന്നെയാണ്. അപ്പോൾ അച്ഛനിലൂടെ അച്ഛൻ അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ സംഭവിച്ച ആ വിളക്കന്നൂർ അത്ഭുതം, ഒപ്പം തന്നെ പതിക്കലച്ഛൻ്റെ ജീവിതം, ഇവ രണ്ടിനെയും അച്ഛൻ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഘട്ടത്തിൽ? കേരള സഭയുടെ 1000 വർഷം നീണ്ട ചരിത്രത്തിൽ തന്നെ പരിശുദ്ധ കുർബാനയുടെ ഒരു വലിയ അത്ഭുതത്തെ കൺമുമ്പിൽ കാണാനുള്ള ഭാഗ്യം ലഭിച്ച, ഒരുപക്ഷെ ആ ദിവ്യകാരുണ്യം കരങ്ങളിലെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ച ചരിത്രത്തിൽ തന്നെ ഏറ്റവും അതുല്യനായിട്ടുള്ള ഒരു സ്ഥാനമാണുള്ള ആളായിരുന്നു പ്രിയപ്പെട്ട പതിക്കലച്ഛൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് ദുഃഖമുണ്ട്. എങ്കിൽ പോലും ഓരോ മരണവും, പ്രത്യേകിച്ച് കർത്താവിന്റെ പുരോഹിതരുടെ വേർപാടുകൾ, നമുക്ക് സങ്കടത്തിന്റെ കാരണത്തെക്കാൾ ഉപരി അത് ഒരു പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും സമയമാണ്. അച്ഛൻ കണ്ട കർത്താവിന്റെ യഥാർത്ഥ മുഖം, തിരുവോസ്തിയിൽ കണ്ട കർത്താവിന്റെ ശോഭയേറിയ മുഖം നേരിൽ കാണാൻ അച്ഛന് സമയമൊരുങ്ങി എന്നുള്ളതാണ്. പൗലോസ്ലിഹയ്ക്ക് ലേഖനങ്ങളിൽ ആ ഒരു പ്രത്യാശയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിക്കപ്പെടാത്തതും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു സ്വർഗീയ വസതി ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. യഥാർത്ഥത്തിൽ ആ സ്വർഗീയ വസതി ധരിക്കാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണ്. ഇതാണ് ഒരു ആത്മീയ മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പതിക്കലച്ഛനും ആ സ്വർഗീയ വസതി ധരിക്കാനും, അദ്ദേഹം തിരുവോസ്തിയിൽ കണ്ട കർത്താവിന്റെ ആ തിരുമുഖം, ശോഭേറിയ മുഖം നേരിൽ കാണാനുമുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന്റെ വേർപാടിൽ യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യാശയുടെ ഒരു അവസരം കൂടിയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് സഭയുടെ ഈ നീണ്ട ചരിത്രത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതം, കേരളത്തിലെ ഏറ്റവും വത്തിക്കാൻ അംഗീകരിച്ച ആധികാരികമായ നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ നടന്ന ഈ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതത്തെ അതിന്റെ കാർമ്മികനായ കുർബാനയുടെ കാർമ്മികനായിരുന്നു എന്നുള്ള ആ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തി കരങ്ങളിലെടുത്ത പുരോഹിതൻ എന്നുള്ള സ്ഥാനം, ചിരപ്രതിഷ്ഠയാണ് ചരിത്രത്തിൽ, കേരള സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട തോമസ് പതിക്കലച്ഛന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷ ദീപ്തമായ ഒരു ശുശ്രൂഷയായി കാലത്തിൽ അടയാളപ്പെടുത്തുമെന്നുള്ളതിന്, ജനഹൃദയങ്ങളിൽ ആ ശുശ്രൂഷ മായാതെ കിടക്കുമെന്നുള്ളതിന് വരുന്ന തലമുറകളിലൊക്കെയും ഈ കുർബാനയുടെ മഹാത്ഭുതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യർ ആ അച്ഛനെയും കൂടെ ഓർക്കുമെന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മരണമില്ലാതാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം ഓർമ്മിക്കപ്പെടും. എവിടെയൊക്കെ വിളക്കന്നൂരെ ദിവ്യകാരുണ്യ ഈശോയെ മനുഷ്യർ കാണുകയും ആ തിരുമുഖം ദർശിക്കുകയും ചെയ്യുമ്പോൾ ആ തിരുമുഖത്തിന്റെ ഛായ പതിഞ്ഞ കുർബാനയും അതർപ്പിച്ച തോമസ് പതിക്കലച്ഛനും അവരുടെ മനസ്സിലേക്ക്, അവരുടെ ഓർമ്മകളിലേക്ക് ഉറപ്പായും വരും, പച്ച പിടിച്ചു നിൽക്കും എന്നുള്ളത് ഒരു വലിയ പ്രത്യാശയുടെ ഒരു ദൂതാണ്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തിലേക്ക് ആയിരങ്ങളെ ആകർഷിക്കാൻ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് വിളക്കന്നൂരെ തിരുമുഖത്തിന്റെ ഛായ പതിഞ്ഞ ദിവ്യകാരുണ്യ അത്ഭുതം ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ഒരു പുരോഹിതന്റെ ജീവിതം സ്വാർത്ഥകമാവുന്നത് അയാൾ ക്രിസ്തുവിലേക്ക് എങ്ങനെ മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചാണെങ്കിൽ എത്രയോ ആയിരങ്ങളെയാണ് അച്ഛൻ ദിവ്യകാരുണ്യത്തിന്റെ എന്ന മഹാത്ഭുതത്തിന്റെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ തികച്ചും സ്വാർത്ഥകമായിട്ടുള്ള ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് അച്ഛൻ കർത്താവിന്റെ തിരുമുഖത്തെ നേരിൽ കാണാനായിട്ട് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുന്നത്. അതുകൊണ്ട് തീർച്ചയായും ധന്യമായിട്ടുള്ള ഒരു പൗരോഹിത്യ ജീവിതമായിരുന്നു പതിക്കലച്ഛൻ്റെത്. തലശ്ശേരി അതിരൂപതയ്ക്ക് മാത്രമല്ല, കേരള സഭയ്ക്ക് ഒന്നാകെ ഒരു അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും കാരണമായിരുന്നു പൗരോഹിത്യ ശുശ്രൂഷ. അത് കർത്താവിലേക്കും കുർബാനയിലേക്ക് ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ വിശ്വാസത്തെ വളർത്തിയ ദീപ്തമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷയും അച്ഛന്റെ ഓർമ്മകളും നിശ്ചയമായിട്ടും മരണമില്ലാതെ അവശേഷിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ. ഒപ്പം തന്നെ അച്ഛൻ നമുക്കറിയാം, ഈ ഒരു അത്ഭുതം സംഭവിച്ചതിന് ശേഷം വലിയ സഹനങ്ങളിലൂടെ അച്ഛനെ കടന്നു പോകേണ്ടി വന്നു. രോഗാവസ്ഥയായിക്കോട്ടെ, ഒപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പല സംശയങ്ങളുമൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ താൻ നേരിട്ട് കണ്ട ആ തിരുമുഖം, തിരുവോസ്തി നേരിട്ട് കണ്ട ആ ഒരു തിരുമുഖം, അച്ഛൻ ആ ഒരു ബോധ്യത്തിൽ, തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയല്ലേ? ഒപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, അതിനുശേഷമുള്ള വർഷങ്ങളിലൊക്കെ രോഗപീഠകളിലൂടെയൊക്കെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം. പക്ഷേ അവിടങ്ങളിലൊക്കെ ആ സഹനങ്ങളിൽ പതറാതെ കർത്താവിനൊപ്പം അടിയുറച്ചു നിന്ന് അത് കൃപകളാക്കി മാറ്റി എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ പതിക്കലച്ഛൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ?
ഒരു പുരോഹിതനെ സംബന്ധിച്ച് ദിവ്യകാരുണ്യത്തിൽ കുർബാനയിൽ ഈശോ ഉണ്ടെന്നുള്ളത് അയാളുടെ അസ്തിത്വത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു ബോധ്യങ്ങളിലൊന്നാണ്. ആ വിശ്വാസത്തിന് ഈ ഭൂമിയിൽ തന്നെ ഒരു അടയാളം കിട്ടി എന്നുള്ളതാണ് പതിക്കലച്ചന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കർത്താവിനെ മുഖാമുഖം കണ്ട ആ ആ ഒരു അത്ഭുത സാന്നിധ്യത്തിന് സാക്ഷിയായ ഒരു പുരോഹിതനെ സംബന്ധിച്ച് പിന്നെ ഈ ലോകത്തിന്റെ ചെറിയ സഹനങ്ങളും സങ്കടങ്ങളും ഒന്നും അദ്ദേഹത്തിന് ഒരു വിഷയമായിട്ടില്ല. ഞാൻ ഒരിക്കലും പതിക്കലച്ചനുമായിട്ട് സംഭാഷണത്തിലൊന്നും അദ്ദേഹം സഹനത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ പരാതിപ്പെടുന്നതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. അവസാനത്തിൽ നിമിഷ സമയം വരെ ഇടവകയിൽ ശുശ്രൂഷയിൽ വ്യാപൃതനാകണം, ദൈവജനത്തിന്റെ ഒപ്പമാവണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ട നിത്യതയുടെ ഒരു മുന്നാസ്വാദനം, അനുഭവിച്ചറിഞ്ഞ നിത്യതയുടെ ഒരു മുന്നാസ്വാദനം, കണ്ട ഒരു ദർശനം തീർച്ചയായിട്ടും ചെറിയ ചെറിയ സങ്കടങ്ങളെയും സഹനങ്ങളെയും ഒക്കെ മറികടക്കാൻ അദ്ദേഹത്തിന് കരുത്തായിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നിത്യതയെ നേരിട്ട് കണ്ട മനുഷ്യന് പിന്നെ എന്താണ് ചെറിയ ചെറിയ സങ്കടങ്ങൾ എങ്ങനെയാണ് അയാളെ ഭയപ്പെടുത്താനോ അസ്വസ്ഥപ്പെടുത്താനോ ഉള്ളത്? തീർച്ചയായിട്ടും അതൊരു ആത്മബലമായിട്ട് അച്ഛനിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു സഹനങ്ങളെ മറികടക്കുന്നതിനൊക്കെ. ഓക്കെ, വളരെ നന്ദി ബഹുമാനപ്പെട്ട ടോമച്ച. ഈ ഒരു ഘട്ടത്തിൽ പതിക്കലച്ചൻ്റെ ലൈഫിനെ കുറിച്ച് മനോഹരമായിട്ടുള്ള ചിന്തകൾ പങ്കുവച്ചതിന് വളരെ നന്ദി.